നമസ്കാരം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 3B ഫയലിംഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഏപ്രിൽ മാസത്തെ 3B ഫയൽ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നമ്മളെ Gstr 2B ആക്റ്റീവ് ആയിട്ടില്ല, അതായത് അപ്ഡേറ്റ് ആയിട്ടില്ല. അതായത് Gstr 2Bയിൽ അതായത് യാതൊരു ഇൻപുട്ടും വരാത്ത പാർട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ചില പാർട്ടികൾ മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, അഥവാ 2Bയിൽ ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് 3B ഫയൽ ചെയ്യാം. അത് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ Gstr 2Bയുടെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 2Aയിൽ വരുന്ന ഡാറ്റ തന്നെയാണ് 2Bയിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡേറ്റ് ഉണ്ട്. അതായത് നമുക്ക് 11th ഉള്ളിൽ ഫയൽ ചെയ്ത ഡാറ്റകൾ മാത്രമേ 2Bയിലേക്ക് വരുള്ളൂ. അതായത് നമ്മളെ കൗണ്ടർ പാർട്ടി May 11th ഫയൽ ചെയ്ത ഡാറ്റ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യും 2Bയിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം 3B ഫയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിത് GSTയുടെ സൈറ്റ് ലോഗിൻ ചെയ്തിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ GSTയുടെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ GST സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ റിട്ടേൺ ഡാഷ്ബോർഡിൽ വരിക. എന്നിട്ട് പീരീഡ് സെലക്ട് ചെയ്യുക. ഏപ്രിൽ സെലക്ട് ചെയ്തു, സെർച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി Gstr 1 ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2B ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 2Bയിൽ ഇവിടെ വന്നിട്ട് വ്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ 2B നമുക്ക് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ആക്റ്റീവ് ആവാത്തതുകൊണ്ട് നമുക്ക്, അതായത് നമ്മളെ 2Bയുടെ ഡാറ്റ നമ്മളെ അതായത് 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 2B ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ല നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ Gstr 2Bയിൽ ഇവിടെ നമുക്ക് അഡ്വൈസറി നോക്കാം. ഇവിടെ അഡ്വൈസറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സാധാരണ നമുക്ക് 12 ഏപ്രിൽ ടു 11 മെയ് വരെയാണ് Gstr 1 ഫയലിൽ ബിറ്റ്വീൻ ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ക്രൈറ്റീരിയ ചോദിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് അടിച്ച് പോരാം. ബാക്ക് ടു ഡാഷ്ബോർഡിലേക്ക് വരാം. വീണ്ടും പീരീഡ് സെലക്ട് ചെയ്യാം, സെർച്ച് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. ഇവിടെ Gstr 2A ഓപ്പൺ ചെയ്യാം നമുക്ക്. അപ്പോൾ Gstr 2A നമ്മൾ എന്ത് ചെയ്യണം, വ്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ Gstr 2A ഓപ്പൺ ചെയ്ത് ഞങ്ങൾക്ക് B2B ഇൻവോയ്സസ് അതേപോലെ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് B2B ഇൻവോയ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ B2B ഇൻവോയ്സിൽ എത്ര ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതായത് 11th ഫയൽ ചെയ്ത ഡാറ്റകൾ ഉണ്ടെങ്കിൽ, അതായത് ആ പാർട്ടി ഫയൽ ചെയ്ത ഡേറ്റ് നോക്കുക. അപ്പോൾ 11th ഉള്ളിൽ ഫയൽ ചെയ്തത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക 3B ഫയൽ ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ ആ ഡെബിറ്റ് നോട്ട് ഇവിടെ കാണിക്കാം. ഇവിടെ ക്രെഡിറ്റ് നോട്ട് സെയിൽസിൽ വരും. അതായത് നിങ്ങൾ Gstr 1 ഫയൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് നോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ ഡെബിറ്റ് നോട്ട് നിങ്ങളെ കൗണ്ടർ പാർട്ടി ഫയൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ എമൗണ്ട് കൂടി കുറച്ചിട്ട് ഇൻപുട്ടിൽ കാണിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇല്ല, അവിടെ B2B ഇൻവോയ്സ് മാത്രമല്ല. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ B2B ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ പാർട്ടികളൊക്കെ ഫയൽ ചെയ്ത ഡേറ്റുകൾ കാണാം. അവിടെ Gstr 1 ഫയൽ IFF Gstr 5 ഫയലിംഗ് ഡേറ്റ്, അവർ നമ്മുടെ പാർട്ടി ഫയൽ ചെയ്ത സ്റ്റാറ്റസ് ഇവിടെ യെസ് എന്ന് കാണാം. അവർ ഫയൽ ചെയ്ത ഡേറ്റ് കാരണം 11/9/11 കാണാം. അപ്പോൾ നമുക്ക് 11th മെയ് വരെയുള്ള എടുക്കാം നമുക്ക്. അതായത് 11th മേലെ വരുന്ന ഡേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് നോക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേബിളിൽ നമുക്ക് കാണാം അവിടെ 11th ഉള്ളിലാണ് എല്ലാം ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ പാർട്ടിയുടെ ഇൻപുട്ട് നമുക്ക് എടുക്കാം. ഇനി രണ്ടാമത്തെ ടേബിൾ ഓപ്പൺ ചെയ്ത് നോക്കാം. 2 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ടേബിളിലും അതേപോലെ തന്നെ 9, 11, 9, 10, 11 മെയ് മാസങ്ങളിലാണ്, അതായത് 11th ഉള്ളിൽ തന്നെ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലും നമുക്ക് ഒഴിവാക്കാനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് 3 എടുക്കുക. 3 ടേബിൾ എടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, അതിൽ നമ്മളെ Gstr ഫയലിംഗ് സ്റ്റാറ്റസും അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. യെസ് എന്ന് കാണുന്ന മാത്രമേ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യെസ് എനേബിൾ ആണോ നോക്കണം. നിങ്ങൾ ഫയലിംഗ് സ്റ്റാറ്റസ് അവർ Gstr 1 ഫയൽ ചെയ്തിട്ടുണ്ടോ നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടി ഒഴിച്ചത് ഇവിടെ 14th ഇവർ ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻപുട്ട് നമുക്ക് അതാത് മാസങ്ങൾ എടുക്കില്ല. കാരണം 11th ഉള്ളിൽ ഫയൽ ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ പാർട്ടിയുടെ അതായത് GST നമ്പർ നോക്കിയിട്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് Gstr 1 അല്ല നമുക്ക് 3B ഫയൽ ചെയ്യണം. Gstr 1 അല്ല 3B ഫയൽ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ് CSV എന്ന് കാണുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കത് CSV ഫയലായിട്ട് ഡൗൺലോഡ് ആവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ CSV ഫയൽ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യാണ്. ഇനി ഞാൻ ആ CSV ഫയൽ ഓപ്പൺ ചെയ്യാണ്.
CSV ഫയൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അതായത് നമ്മുടെ പാർട്ടിയുടെ GST നമ്പർ, അതേപോലെ ഇൻവോയ്സ് നമ്പർ, അതേപോലെ ഇൻവോയ്സ് ഡേറ്റ്, അതേപോലെ ഇൻവോയ്സ് വാല്യൂ, ടാക്സബിൾ വാല്യൂ കാണാം. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഒറ്റ പാർട്ടി മാത്രമാണ് കറക്റ്റ് സമയത്ത്, അതായത് 14-ാം തീയതി ഫയൽ ചെയ്ത്, ബാക്കിയൊക്കെ 11ന്റെ ഉള്ളിലാണെങ്കിൽ ആ പാർട്ടിയുടെ മാത്രം GST അതായത് ഇൻപുട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ITC എടുത്ത് ഫയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാ പാർട്ടി നോക്കാം നമ്മുടെ അതായത് ഒഴിവാക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആ GST നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യാണ് ആ പാർട്ടിയെ റിമൂവ് ചെയ്യാൻ വേണ്ടി. പാർട്ടിയുടെ ഏകദേശം 4 ബില്ലോളം വരുന്നുണ്ട്, 2 ബില്ലോളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ 2 ബില്ലും റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ബില്ല് എത്രയാണെന്ന് നോക്കാൻ വേണ്ടി ഈ ഒരു അതായത് നമ്മളീ പാർട്ടിയുടെ GSTയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബില്ല് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് GST സൈറ്റിൽ ഈ പാർട്ടിയുടെ ഈ ഒരു GST നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബില്ലുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം എത്ര ബില്ലുണ്ടെന്ന് അതിൽ നമുക്ക് കാണാം. ഇവിടെ 2 ബില്ലാണ്. ആ 2 ബില്ലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻപുട്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും എക്സലിലേക്ക് വരികയാണ്. ഞാനിവിടെ ആ 2 ബില്ലും ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്കിവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആയിട്ട് ഒന്നുമില്ല. നമുക്ക് സെൻട്രൽ ടാക്സ് ആയിട്ടും സ്റ്റേറ്റ് ടാക്സ് ആയിട്ടാണ് നമുക്ക് ഇൻപുട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബില്ലിൽ തന്നെ നമുക്ക് 2 ടൈംസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ ഒരു CGSTൻ്റെ കൺസോളിഡേറ്റ് വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഓട്ടോസോം ചെയ്യുക. ഓട്ടോസോം ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഓട്ടോസോം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡബിളായിട്ടാവും വരിക. 43,670 ഡബിളായിട്ടാണ് വരിക. ഇതിൻ്റെ ഹാഫാണ് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം അത് ഈ ഒരു ആകെ വേണ്ടത് ഈ ഒരു ബില്ലിൽ ഈ ഒരു ഇൻപുട്ട് ഇപ്പോൾ ഈ ഒരു 18, അതായത് ഈ ഒരു ഇൻവോയ്സിൻ്റെ CGST പറഞ്ഞാൽ 1953.6 അതിവിടെ 2 ടൈം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഈ ഡബിളായി വന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോട്ടലിനെ ഡിവൈഡ് ചെയ്യണം, ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. അതായത് 21,839.87 നിങ്ങൾ ആ മാസത്തെ ITC എലിജിബിൾ ITC ഇതാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് 3Bയിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് ഫയൽ ചെയ്യുക. അപ്പോൾ ഞാൻ ആ എമൗണ്ട് അവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വീണ്ടും GST സൈഡിലേക്ക് വരികയാണ്. നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡിലേക്ക് വരിക. ഇനി ഏപ്രിൽ സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ 3Bയിൽ വന്നിട്ട് പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോദിക്കും ഡു യു വാണ്ട് ടു ഫയൽ നിൽ റിട്ടേൺ. അപ്പോൾ നോ കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ 2B ജനറേറ്റ് 3B ജനറേറ്റ് എന്നൊക്കെ കാണാം. പക്ഷേ ഈ 2B ആക്ച്വലി ജനറേറ്റ് ആയിട്ടില്ല. നമ്മുടെ ITC കോളത്തിൽ അവിടെ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ ക്ലോസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ എലിജിബിൾ ITCയിൽ ഒരു എമൗണ്ട് കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അത് 2B അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇവിടെ എലിജിബിൾ ITCയിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ എക്സലിൽ CSV ഫയൽ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു ടാക്സ് എമൗണ്ട് ഇവിടെ എടുത്ത് എഴുതാം. അപ്പോൾ 21,839.87 നമ്മളെ GST SGST നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളത്. അത് 11ന്റെ ഉള്ളിൽ നമ്മളെ കൗണ്ടർ പാർട്ടി ഫയൽ ചെയ്തുകൊണ്ടാണ് നമ്മളതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 21,839.87. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതർ ITCയിൽ അവിടെ കാണിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ നമ്മളെ ഇൻപുട്ട് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ റെഡ് ആയിട്ട് കാണിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2B ആക്റ്റീവ് ആവാത്തതുകൊണ്ടാണ് അത് ആ ഒരു പ്രോബ്ലം വന്നത്. നമ്മൾ 2B ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഈ റെഡ് അവിടെ നിന്ന് എന്തായാലും റിമൂവ് ആയി പോകും. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് ഫയൽ ചെയ്യുക. അവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺഫേം ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് എലിജിബിൾ ITC ഇവിടെ റെഡ് ആയിട്ട് കാണും. കാരണം നമ്മൾ 2B അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ് ആ പ്രശ്നം. അപ്പോൾ നിങ്ങൾ 2B അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ ഇൻപുട്ട് എടുത്തത് അതേ എമൗണ്ട് ആയിരിക്കും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈക്വലായിട്ട് ഈ ഒരു റെഡ് മാറിപ്പോവും. അതായത് അത് എപ്പോഴാണോ സൈറ്റ് ക്ലിയർ ആവുന്നത് അപ്പോൾ അത് മാറിപ്പോവും. എന്നിട്ട് നിങ്ങൾ താഴെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ സേവ് GST 3B ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സേവ് GST 3B ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ 3B ഡീറ്റെയിൽഡ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി നിങ്ങൾക്ക് പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്ത് ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2B അത് ഏകദേശം 20-ാം തീയതി ഉള്ളിൽ വരെ സമയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക 2B വരുന്നതിന് വേണ്ടിയിട്ട്. ഇനി 2B ആക്റ്റീവ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ 2B ആക്റ്റീവ് ആവാതെ നിങ്ങൾക്ക് എങ്ങനെ 3B ഫയൽ ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.